ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു ചെറിയ റോഡ് ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മൾ പോകുന്നത് ഗണമറ്റ പാർക്ക് അല്ലെങ്കിൽ ബേ എന്നറിയപ്പെടുന്ന ഒരു പ്ലേസും പിന്നെ അതുപോലെ തന്നെ ഫ്രാറ്റേഴ്സ് ഏവ് ബീച്ച് സാൻ സൗസി അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇത് പേരൊക്കെ കുറച്ച് കട്ടിയുള്ള ആണെങ്കിലും പ്ലേസ് അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ കാർ പാർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ നമുക്ക് കുറേ അപ്പാർട്ട്മെന്റ്സ് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് റെന്റഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ്. അത് ഓരോ ചെറിയ ചെറിയ ഇങ്ങനെ വീടുകളാണ്. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ പോവുകയാണ് അങ്ങോട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, അതുകൊണ്ട് ഞാൻ ഓടിച്ചാടി അങ്ങ് പോവാണ്. എൻ്റെ പുറകെയാണ് ചേട്ടൻ വരുന്നത്. പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റും നല്ല ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏത് സ്ഥലമായിരിക്കും? ഇവിടെ 3-4 ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു, നിർത്താതെ മഴ. അപ്പം അതുകൊണ്ടൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പോവാണ്. എന്താണെന്ന് അറിയാനൊരു എക്സൈറ്റ്മെന്റ്. ഇത് അവിടുത്തെ ഒരു ചെറിയ തോട് പോലെ കണ്ടാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം. അവിടെ ഒരു വലിയ ബിൽഡിംഗ് കാണുന്നുണ്ട്. വാവ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്. ഇതൊരു സ്റ്റേഡിയം ആണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി. മിനിറ്റുകൾക്കകം നമ്മളവിടെ എത്തിയിരിക്കും. സോ ഫൈനലി നമ്മൾ ഗണമറ്റ പാർക്കിലേക്ക് എത്തി. അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷിപ്സ് കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതൊരു 14 ഏക്കർ സ്ഥലത്ത് ഉള്ള ഒരു പാർക്കാണ്. ക്രൊണോള എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഇത് ഏകദേശം വരുന്നത്. പിന്നെ ഈ പാർക്ക് നമ്മൾ ഫേമസ് ആയിട്ട് ഉള്ളത് സ്റ്റിംഗ്രേ അതുപോലത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. വേറെയും കുറേ ഫിഷസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഫിഷിങ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ബിവെയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ കുറേ പേര് ഫാമിലി ഗാദറിങ്സും പിന്നെ അതുപോലെ ബാർബിക്യൂ ഒക്കെ അടിക്കാൻ വേണ്ടി കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആൾക്കാരുടെ ഫേസ് അങ്ങനെ വീഡിയോയിൽ എടുക്കാൻ അങ്ങനെ പെർമിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പകർത്താതെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ അങ്ങോട്ടുള്ള ഒരു ബ്രിഡ്ജ്. അപ്പോൾ ഇതിനെ നമുക്ക് ഗണമറ്റ പാർക്ക്, ഗണമറ്റ ബേ, ഗണമറ്റ വാർഫ് എന്നൊക്കെ ഇതിനറിയപ്പെടാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പെലിക്കൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫിഷസ്. ഞാൻ ഇതിൻ്റെ ഒരു ഓൾ റൗണ്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ കാണാൻ. നമ്മുടെ ആ സ്കൈയും ആ വാട്ടറും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു കൊച്ചു ബോട്ട്സും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറേ പേര് ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും ശരിക്കും കൊച്ചു പിള്ളേർ തൊട്ട് ഫിഷിങ് അവിടെ ചെയ്യാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ സ്വിമ്മിങ് ലെസൺസ് നടത്തുന്നുണ്ടായിരുന്നു അവിടെ. നല്ല കാറ്റ്, അതുപോലെ നല്ല മഴക്കോളൊക്കെ പോലത്തെ ഒരു ടൈമായിരുന്നു. ഇത് ഒരു ചുറ്റിപ്പറ്റിയൊരു ഒരു ബ്രിഡ്ജ് ഇങ്ങനെ സറൗണ്ട് ചെയ്താണ് അവിടെ ഫുള്ളും. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കണ്ട ഈ പെലിക്കൻ. അപ്പോൾ പെലിക്കനെ അവിടെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവിടെ ഒരു ബിൽഡിംഗ് കണ്ടാ. അപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നല്ലൊരു ടെക്സ്ചറായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റേഡിയം. അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ്. ഇത് സ്റ്റേഡിയത്തിൻ്റെ കുറച്ചും കൂടി ബാക്കിൽ നിന്നൊരു സ്റ്റേഡിയം എന്ന് തോന്നുന്ന ടൈപ്പിൽ. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്ത ഒരു സെക്കൻഡ് ബീച്ചിലേക്കാണ്. അതാണ് ഫ്രാറ്റേഴ്സ് അവന്യൂ അല്ലെങ്കിൽ ഫ്രാറ്റേഴ്സ് ഏവ് ബീച്ച് എന്നറിയപ്പെടുന്നത്. ഇത് സിഡ്നിയിലെ തന്നെ സാൻ സൗസി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ വലിയതായിട്ടൊന്നും കാണാനില്ല, ജസ്റ്റ് ഒരു നാരോ സാൻഡി സ്ട്രിപ്പ്. അത് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നു, അത്രേ ഉള്ളൂ. വലിയതായിട്ട് കാണാനില്ലായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ ദാറ്റ്സ് മൈ ഡേ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.